പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാനത്തിന്റെ നാളുകൾ എത്തുകയാണ്. രണ്ടാഴ്ചത്തേക്ക് യുദ്ധം നിർത്താമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കയും ഇറാനും. ഒപ്പം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് രണ്ടാഴ്ചത്തേക്കുള്ള താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. പിന്നാലെ ഇറാൻ ഇത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആശ്വാസത്തിന്റെ പുലരിയാണിത്. കഴിഞ്ഞ രാത്രിയിൽ ഒരുപക്ഷെ ലോകം തന്നെ ആശങ്കപ്പെട്ടിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ വലിയൊരു സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ ട്രംപ് പ്രഖ്യാപിച്ചതുപോലെ സർവനാശത്തിലേക്കൊക്കെ പോയേക്കാവുന്ന നിലപാടുകൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു എല്ലാവരും ആശങ്കയോടെ ഉറ്റുനോക്കിയിരുന്നത്. എന്നാൽ അതിന് വിഭിന്നമായി അല്ലെങ്കിൽ അതിന് മറ്റൊരു രീതിയിൽ സമാധാനത്തിന്റെ ഒരു പുലരിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് വിവരമായി പങ്കുവെക്കാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം കഴിഞ്ഞ രാത്രിയിൽ അമേരിക്ക നടത്തിയ പ്രഖ്യാപനം, ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രഖ്യാപനമാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ എന്ന ധാരണയിൽ ഇറാനും അമേരിക്കയും അംഗീകരിച്ചിട്ടുള്ളത്. ഒപ്പം ഏറ്റവും സുപ്രധാനമായ മറ്റൊരു പ്രഖ്യാപനം ഹോർമൂസ് തുറക്കുമെന്നുള്ളതാണ്. ഒരുപക്ഷെ ഇറാനെ സംബന്ധിച്ചോ അമേരിക്കയെ സംബന്ധിച്ചോ മാത്രമല്ല, ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ചും ഹോർമൂസ് തുറക്കുമെന്നുള്ള പ്രഖ്യാപനം ഏറെ ആശ്വാസം പകരുന്നതാണ്. ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഏറെ ദുർഘടമായി കിടക്കുന്ന ഒരു സാഹചര്യം, ഇന്ത്യ അടക്കം അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുന്ന സാഹചര്യം. അത്തരത്തിൽ വലിയ പ്രതിസന്ധികൾ നിലനിൽക്കുന്നതിനിടെ ഹോർമൂസ് തുറക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഒരുപക്ഷെ ലോകം ഏറെ ആശ്വാസത്തോടെ ഈ പുലർച്ചെ ഉറ്റുനോക്കുന്നത്. വലിയ സംഘർഷത്തിന്റെ നാളുകൾക്ക് താൽക്കാലികമായി ആണെങ്കിൽ പോലും രണ്ടാഴ്ചത്തേക്ക് വിരാമമാകുകയാണ്.